അതെ, എല്ലാരും എന്നാ പറയണോ, ഞാനുണ്ടല്ലോ നമ്മളിപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനെ ഓർത്തിട്ട് കുറച്ച് ടെൻസ്ഡാണ് കേട്ടോ. നമ്മളെല്ലാരും അങ്ങനെയായിരിക്കും അല്ലേ. യുദ്ധം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സമാധാനം തരുന്ന ഒരു സംഭവമല്ല. പ്രത്യേകിച്ചും നമുക്ക് വേണ്ടപ്പെട്ടവരും എല്ലാവരും ലോകത്തിന്റെ പല പല ഭാഗങ്ങളിലായിരിക്കുമ്പോൾ, നമ്മുടെ അതിർത്തിയിൽ നിൽക്കുന്ന സൈനികരെ ഓർക്കുമ്പോൾ, അവരുടെ കുടുംബങ്ങളെയൊക്കെ ഓർക്കുമ്പോൾ നമുക്കൊന്നും ഒരു സമാധാനം ഉണ്ടാവില്ല. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഭയങ്കര പ്രൗഡൊക്കെയാണ്. നമ്മുടെ മാതൃരാജ്യമാണ്, നമുക്കിട്ട് വെറുതെ ചൊറിഞ്ഞവർക്കിട്ട് തിരിച്ചടി കൊടുത്തെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു മൊമെന്റൊക്കെ ഇങ്ങനെ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആർക്കും സന്തോഷം തരുന്നൊരു കാര്യമല്ല. ഇപ്പോഴത്തെ ഈ ഒരു ആവേശം എല്ലാം കെട്ടടങ്ങുമ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ പൊട്ടി മുളച്ച് സാമ്പത്തിക ഭദ്രതയൊന്നും നേടിയ ഒരു രാജ്യമൊന്നും അല്ല അല്ലേ. അപ്പം നമ്മൾ ഇത്രയും നാളും കൊണ്ട് സ്വരുക്കൂട്ടി ഉണ്ടാക്കിയ ഒരു നിലനിൽപ്പ്, ഈ യുദ്ധം എന്ന് പറഞ്ഞ എത്ര കഴിഞ്ഞാലും കുറെ കഴിയുമ്പം അതിനൊരു സാമ്പത്തികമായിട്ടുള്ളൊരു ക്രൈസിസും അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യാനുണ്ട്. അപ്പൊ അതൊക്കെ ഓർത്ത് കഴിയുമ്പം യുദ്ധം വേണ്ടാന്ന് തന്നെയാണ് മനസ്സിൽ തോന്നുന്നത്. അത് മാത്രമല്ല, എന്തോരം പേരുടെ ജീവനാണ്, നിരപരാധികളായിട്ട് ഒത്തിരി പേരുണ്ടല്ലോ, അവരുടെയൊക്കെ ജീവന് ഈ പറയുന്ന നമ്മുടെ സൈനികരുടെ പ്രശ്നങ്ങൾ, അവരുടെ ഫാമിലീസ്, ഇതൊക്കെ ഓർക്കുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മനസ്സിനൊരു വിഷമാണ്. അതേസമയം നമ്മുടെ രാജ്യം നന്നായിട്ട് മുന്നേറുന്നുണ്ടെന്ന് ഓർക്കുമ്പോഴും ഇത്രയും വളർന്നെന്ന് ഓർക്കുമ്പോൾ അതിനും ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ടല്ലേ. പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാം ഇതൊക്കെ എത്രയും പെട്ടെന്ന് തീരട്ടെ. എല്ലാവരും നല്ല രീതിയിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള നമ്മുടെ ഫാമിലീസ്, നമ്മുടെ ബന്ധക്കാര്, ഇനിയിപ്പോ ആരുമല്ല ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എല്ലാവരും സേഫ് ആയിട്ടിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന് യുദ്ധങ്ങളൊക്കെ തീരട്ടെ അല്ലേ. എന്നാ പിന്നെ ശരി, പിന്നെ കാണാം.